കൊല്ലം എം പി NK പ്രേമചന്ദ്രന്റെ ഹിന്ദുവിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. എംപിയുടെ വസതിയിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. NK പ്രേമചന്ദ്രന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഷയാണെന്നും ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ല എന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് പറഞ്ഞു. കൊല്ലം ചിന്നക്കട ക്ലോക്ക് ടവറിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് NK പ്രേമചന്ദ്രൻ MP-യുടെ വസതിക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാൻ പാടില്ല എന്ന പ്രേമചന്ദ്രന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെയാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയും ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്നും പ്രേമചന്ദ്രൻ അവരുടെ നാവായാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് പറഞ്ഞു. പല ആളുകളുടെയും വോട്ട് ഭാവിയിൽ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രധാനമന്ത്രിയുടെ ആ പ്രസ്താവന എതിർക്കപ്പെടേണ്ടതാണ്, പ്രധാനമന്ത്രി അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള നിലയിൽ സംസാരിക്കുകയുണ്ടായി. അതിനെതിരെയാണ് ഈ മാർച്ച് ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചത്. പ്രേമചന്ദ്രനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, പ്രധാനമന്ത്രിയോട് അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാവണം, ഈ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറയണം, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമൂഹത്തോട് മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറാവണം. ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹം അത് ചെയ്യണമെന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് ആവശ്യപ്പെടാനുള്ളത്. സംവരണ പ്രക്ഷോഭത്തിന്റെ മറവിൽ തീവ്രവാദ ശക്തികൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ പ്രധാനമന്ത്രിയെ കുറ്റം പറയാൻ ശ്രമിച്ച പ്രേമചന്ദ്രൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമര പ്രക്ഷോഭങ്ങളുമായി ഹിന്ദു ഐക്യവേദി മുന്നോട്ടു പോകുമെന്നും KP ഹരിദാസ് പറഞ്ഞു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ്, RSS പ്രാന്ത് കാര്യകാരി അംഗം V മുരളീധരൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി തെക്കേടം സുദർശനൻ, BJP സംസ്ഥാന സമിതി അംഗം AG ശ്രീകുമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, കൊല്ലം.